പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന നിലയ്ക്ക് പഠിക്കാൻ വളരെ എളുപ്പമുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. പക്ഷേ പൈതൺ ഡേറ്റാ സയൻസിനെ എങ്ങനെ ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് എഡ്യൂർ ലേണിംഗ് നിങ്ങൾക്കായിട്ട് കംപ്ലീറ്റ് പൈതൺ ഡേറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് തുടങ്ങിയ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ പേര് സാഹിർ, എഡ്യൂർ ലേണിംഗിൻ്റെ ഫൗണ്ടറാണ്. എഡ്യൂറിൻ്റെ ഉദ്ദേശം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഒരു കരിയർ ഗ്യാപ്പ് എന്നൊരു IT കരിയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ ചാനൽ നമ്മൾ ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, മേൺ സ്റ്റാക്ക്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് തുടങ്ങിയ വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ, വെൽക്കം ടു ദി വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. ഈ വീഡിയോ ഡേറ്റാ സയൻസ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിനു മുമ്പ് പൈതണിൻ്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ കൺസെപ്റ്റ്സ് മനസ്സിലാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഒരിക്കലും ഈ വീഡിയോ കാണരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ ഉള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വീഡിയോ കണ്ട് നല്ലതുപോലെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിലോട്ട് വരിക. ഡേറ്റ അനാലിസിസ്, പേര് പോലെ തന്നെ ഡേറ്റ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ വീഡിയോ എഡ്യൂർ ലേണിംഗിൻ്റെ 1,00,000 വരുന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ശരവണ്ണാണ്. ശരവണ്ണൻ എഡ്യൂർ ലേണിംഗിൻ്റെ സീനിയർ ഡേറ്റാ സയൻറ്റിസ്റ്റ് ആണ്. ബയോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സ്വിച്ച് ചെയ്ത് ഡേറ്റാ സയൻറ്റിസ്റ്റ് ആയ അദ്ദേഹത്തിന് നമുക്ക് വെൽക്കം ചെയ്യാം. ഈ കോഴ്സിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചോദിക്കാം. ശരവണ്ണനെ കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ശരവണ്ണ പലർക്കും ഇതിൽ അറിയത്തില്ലായിരിക്കും. എൻ്റെ പേര് ശരവണൻ എന്നാണ്. ബാക്കിയുള്ള നിങ്ങൾ കണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ വീഡിയോസ്, ട്യൂട്ടോറിയൽ വീഡിയോസിൽ നിന്ന് എനിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്ക് കമ്പ്യൂട്ടർ ബേസിക്സ് അറിഞ്ഞൂടാതെ വന്നിട്ട് ലേറ്റസ്റ്റ് സ്റ്റേജിൽ കമ്പ്യൂട്ടർ പഠിച്ചെടുത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് കുറച്ചുകൂടെ ഐ ഹാവ് ലൈക്ക് ലോട്ട് ഓഫ് ഹർഡിൽസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം നിങ്ങൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നതെന്നും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ മിസ്റ്റേക്സും എറേഴ്സും ഒക്കെ എനിക്ക് മനസ്സിലാവുകയും അതുപോലെയാണ് ട്യൂട്ടോറിയൽസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സാറ് ഡിസ്കസ് ചെയ്തിട്ട് ലൈക്ക് ഒരു ബേസും ഇല്ലാത്ത ആൾക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഈ പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിച്ചെടുക്കാം, ഡേറ്റ ടൈപ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ, അതല്ല ഡേറ്റ ടൈപ്സ്, ലൂപ്സ്, അതുപോലെ തന്നെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ നമുക്ക് ഫ്രെയിം ചെയ്യാം, ചെറിയ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം, അതുപോലെ ഇഫ് എൽസ് തുടങ്ങിയ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തി, ഫങ്ഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടുള്ള രീതിക്കല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ബേസ് ഒന്നും വേണ്ട, നിങ്ങൾ ഡയറക്റ്റ്ലി ജോയിൻ ചെയ്തോളൂ, പഠിച്ച് കൂടെ ചെയ്തു വെക്കൊള്ളുക. അതുപോലെ സാറ് പറഞ്ഞ പോലെ തന്നെ പെൻ ആൻഡ് പേപ്പർ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. സോ റൈറ്റ് ഇറ്റ് ഡൗൺ, റൈറ്റ് യുവർ കോഡ്സ് ഡൗൺ. അതാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഈവൻ ആഫ്റ്റർ 5 years or 6 years നിങ്ങൾ ഒരു പുതിയ പരിപാടി തുടങ്ങുമ്പോഴത്തേക്ക് പെന്നും പേപ്പറും നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ആ നോട്ട്സ്. ഓക്കെ, താങ്ക് യു ശരവണ. എല്ലാവർക്കും ഈ വീഡിയോ മാക്സിമം ബെനിഫിറ്റ് ആകട്ടെ എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ ട്യൂട്ടോറിയൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കാണുന്നത് പോലെ തന്നെ ഏറ്റവും അവസാനത്തെ മില്ലി സെക്കൻഡ് വരെ കണ്ട് നല്ല മനസ്സിലാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈത്തൺ വെച്ച് എങ്ങനെ ഡേറ്റ അനലൈസ് ചെയ്യാമെന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഈ ഡേറ്റ അനാലിറ്റിക്സ്? ഡേറ്റ അനാലിറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും അതിൽ നിന്നും പുതിയ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഇൻഫർമേഷൻസ് കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത് ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ ഡേറ്റ അനാലിസിസിൽ നമ്മൾ റോ ഡേറ്റ, അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റോ ഡേറ്റ എന്ന് പറയുന്നത്. ആ ഡേറ്റയെ മീനിങ് ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇൻഫർമേഷനായിട്ട് മാറ്റുന്ന ഒരു പരിപാടിയാണ് ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ഡേറ്റ അനാലിസിസിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഈ ഡേറ്റ അനാലിസിസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു ഫുഡ് കഴിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലം എവിടെയാണെന്ന് നമ്മൾ ചുറ്റുമായിട്ട് സംസാരിക്കും അല്ലേ? ഈ സംസാരിച്ച് നമ്മൾ ഒരുപാട് കേട്ട് മനസ്സിലാക്കും. അപ്പോൾ ഇതിനെ ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റും നമുക്ക് എന്താണ് കഴിക്കാനുള്ള മൂഡും ഒക്കെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫുഡ് തിരഞ്ഞെടുക്കും. ഇതിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ കളക്ഷൻ, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഓഫ് ഡേറ്റ ഈസ് കോൾഡ് ഡേറ്റ അനാലിസിസ്. അപ്പോൾ ഡേറ്റ അനാലിസിസ് എങ്ങനെ നമുക്ക് പൈത്തൺ വെച്ച് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൈത്തണിൽ ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. അപ്പോൾ ലൈബ്രറീസ് എന്താണ്? ലൈബ്രറീസ് എന്ന് പറയുന്നത് പൈത്തണിൻ്റെ തന്നെ പ്രീ റിട്ടൺ ആയിട്ടുള്ള, ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന കോഡുകളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അത് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസും കുറച്ച് ക്ലാസ്സസും മൊഡ്യൂൾസും ഒക്കെ അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതിനെ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് സമയം സേവ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രം സ്ക്രാച്ച് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്തൊരു കോഡ് ചെയ്ത് വരുന്നതിനേക്കാൾ എളുപ്പം ഒരു ഫംഗ്ഷൻ എടുത്ത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്ലാസ് ഇമ്പോർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മോഡ്യൂൾ എടുത്തിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്, നമുക്കിപ്പോൾ ബേസിക്കലി കോഡ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റാത്ത അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ഒരുപാട്
ഉണ്ടാവാനും ചാൻസ് ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് എറർ റേറ്റ് കുറയും. കാരണം നമുക്കിപ്പോൾ പൈത്തണിൽ കോഡ് ചെയ്യുമ്പോൾ ഫ്രം സ്ക്രാച്ച് കോഡ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ ഒരുപാട് എററൊക്കെ വന്നില്ലേ. അപ്പോൾ ഈ ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ലൈബ്രറിയിൽ ഓൾറെഡി ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ സജഷൻസ് ആയിട്ട് കിട്ടുകയും അതുകൊണ്ട് എറർ റേറ്റ് നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോഴുള്ള എറർ റേറ്റ് കുറയ്ക്കാനും നമുക്ക് പറ്റും. ഇനി നമ്മുടെ പെർഫോമൻസ്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പല കോഡിങ്ങും ഇപ്പോൾ 5 വരിയിൽ തീർക്കാൻ പറ്റുന്ന കോഡുകളും ഉണ്ട്. അതേ പർപ്പസ് തന്നെ നമ്മൾ 200 300 വരിയിൽ നമുക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, ഇതിലേതാണ് മെഷീനിന് ഈസി ആയിട്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു കാര്യം ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ഈ ലൈബ്രറീസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ലൈബ്രറിയുടെ പെർഫോമൻസ് ഒപ്റ്റിമൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ കോഡ് സ്ലോ ആവുക അല്ലെങ്കിൽ ഡേറ്റ ലോസ് വരിക ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ലൈബ്രറീസ് ഏതൊക്കെയാണ്? ഇവിടെ പാണ്ടാസ് ഉണ്ട്, നംപൈ ഉണ്ട്, മാറ്റ്പ്ലോട്ട്ലിബും സീബോണും. നംപൈ പാണ്ടാസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നംപൈ ആണ് ബേസിക് ആയിട്ടുള്ള ലൈബ്രറി. അത് വെച്ചിട്ടാണ് ഈ പാണ്ടാസ് മാറ്റ്പ്ലോട്ട്ലിബും സീബോണും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നംപൈ പൈത്തണിൽ നമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് നംപൈ. ഒരു ലൈബ്രറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നംപൈ എന്ന് പറയുന്നത്. ഈ നംപൈ വെച്ചിട്ടാണ് പാണ്ടാസ് എന്ന് പറയുന്ന ലൈബ്രറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പാണ്ടാസ് എന്ന് പറയുന്ന ലൈബ്രറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഡേറ്റ സെറ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാണ്ടാസ് യൂസ് ചെയ്യുന്നത്. ഇനി ഡേറ്റയെ നമുക്ക് എന്താക്കണം, ഗ്രാഫൊക്കെ ആക്കണം അല്ലേ. അപ്പോൾ അതൊക്കെ ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പരിപാടിയാണ് മാറ്റ്പ്ലോട്ട്ലിബും സീബോണും. ഇത് രണ്ടും ലൈബ്രറീസാണ്. ഇത് കാണുന്ന പാണ്ടാസ്, നംപൈ, മാറ്റ്പ്ലോട്ട്ലിബ്, സീബോൺ, ഇത്രയും ലൈബ്രറീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേറ്റയെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാനായിട്ട് സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കി ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പാകത്തിനാക്കുന്ന പ്രോസസ്സിനാണ്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് അല്ലെങ്കിൽ EDA എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൈത്തൺ വെച്ചിട്ട് എങ്ങനെ ഡേറ്റ അനലൈസ് ചെയ്യാമെന്നാണ്. നമുക്ക് ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും റോസ് ആൻഡ് കോളംസ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് എങ്ങനെ പൈത്തൺ വെച്ച് അനലൈസ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. എക്സൽ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അതുപോലെ പൈത്തൺ വെച്ച് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് 4 ലൈബ്രറീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? പാണ്ടാസ്, മാറ്റ്പ്ലോട്ട്ലിബ്, സീബോൺ. നാലാമത്തെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നംപൈ ആണ്. നംപൈ ഇൻബിൽട്ട് ആയിട്ട് ഇതിൻ്റെ എല്ലാം ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നത് നംപൈ എന്ന് പറയുന്നൊരു ലൈബ്രറിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്കൊരു ഡേറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ആ ഡേറ്റ സെറ്റ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാമെന്നും നമുക്കിവിടെ നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഇമ്പോർട്ട് നംപൈ ആസ് NP, അതുപോലെ തന്നെ ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD, അതുപോലെ തന്നെ ഇമ്പോർട്ട് matplotlib.pyplot as PLT, import seaborn as SNS. ഇങ്ങനെയാണ് നമ്മൾ ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ എന്താണ്? ഷിഫ്റ്റ് എൻ്റർ ആണ്. ഷിഫ്റ്റ് എൻ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു റൺ ബട്ടൺ നമുക്ക് യൂസ് ചെയ്യാം റൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈബ്രറീസ് എല്ലാം തന്നെ ഇമ്പോർട്ടായി കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്ത് ഒരു ഡേറ്റ ഇമ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഡേറ്റ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു ഡേറ്റ സെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഡേറ്റ എന്നും പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാൻ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഡേറ്റ. ഓക്കെ, അത് ഞാനിവിടെ ഇടുക. അപ്പോൾ ഡേറ്റ ഏത് ഫോർമാറ്റിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്? ഒരു ഡിക്ഷണറിയുടെ ഫോർമാറ്റിലാണ് അല്ലേ. നമ്മൾ പൈത്തണിൻ്റെ വീഡിയോ നോക്കിയപ്പോഴത്തേക്കും പൈത്തണിലെ ഡേറ്റ ടൈപ്സിൽ ഡിക്ഷണറി എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പിലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെയിം എന്ന് പറയുന്നത് ഇതിലെ കീയും അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റിനകത്ത് നമുക്ക് എന്തൊക്കെ വാല്യൂ ആണോ വേണ്ടത് അതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഏജ് എന്ന് പറയുന്നത് ഒരു കീയും അതിനകത്ത് എന്തൊക്കെയാണോ എലമെൻറ്റ്സ് വേണ്ടത് അതെല്ലാം ലിസ്റ്റിനകത്താക്കിയിട്ട് ഒരു ലിസ്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഡേറ്റ ഫ്രെയിം ആക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താ ഇവിടെ ഇഷ്യൂ വന്നത്? ഇവിടെ ഈ ഒരു ബ്രാക്കറ്റ് ഇവിടെ കൊടുത്തിട്ടില്ല, അതാണ് ഇഷ്യൂ വന്നത്. അപ്പോൾ നമ്മൾ ആ ബ്രാക്കറ്റ് ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ആ ഡിക്ഷണറി ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്കൊരു ഡിക്ഷണറി കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ഡിക്ഷണറി അല്ല വേണ്ടത്, നമുക്കൊരു ഡേറ്റ ഫ്രെയിമാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം? DF എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് ഞാൻ ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെ നമുക്ക് DF = PD, പാണ്ടാസിൻ്റെ PD ഡോട്ട് ഡേറ്റ ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനകത്ത് ഡേറ്റ പാസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് DF ആയി. ഇനി നമുക്ക് DF ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്കൊരു റോ ആൻഡ് കോളം ഫോർമാറ്റിലുള്ള നമുക്കൊരു ഡേറ്റ ഫ്രെയിം നമുക്ക് കിട്ടി അല്ലേ. ഇനി നമുക്കിതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ എടുക്കാനും കാര്യങ്ങളും അതിൻ്റെ വർക്ക് ചെയ്യാനും എങ്ങനെ നമുക്ക് ഈ ഡേറ്റ ഓരോ രീതിക്ക് കൺവേർട്ട് ചെയ്യാം, ഡേറ്റയ്ക്കകത്തുനിന്ന് ഇങ്ങനെ ഗ്രാഫുകൾ വരയ്ക്കാം, ഇതൊക്കെ നമുക്കിനി നോക്കി പോകാനായിട്ട് നമുക്ക് പറ്റും.
ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് df.head എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 5 റോസ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് df.head എന്ന് പറയുന്ന ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു ലൈൻ ഓഫ് കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഡേറ്റ ഫ്രെയിമിൻ്റെ ഇൻഫർമേഷൻ എടുക്കാനായിട്ട് നമ്മൾ df.info എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടോ, നമുക്ക് ഡേറ്റ ഫ്രെയിമിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് കിട്ടും. എന്തൊക്കെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്? ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് പാണ്ട സ്കോർ ഡേറ്റ ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പാണ് ഇവിടെ വരുന്നത് അല്ലേ. അതുപോലെ 8 എൻട്രീസ് ആണുള്ളത്. ഓക്കെ, 0 to 7 ആണ് അതിൻ്റെ ഇൻഡെക്സ് നമ്പർ കിടക്കുന്നത്. അതുപോലെ തന്നെ കോളംസ്, എന്തൊക്കെ കോളംസാണ് ഉള്ളത്? നെയിം, ഏജ്, മാർക്ക്, സിറ്റി. ഈ 4 കോളംസാണ് നമുക്കിവിടെ ഉള്ളത്. അതുപോലെ തന്നെ 8 നോൺ നൾ വാല്യൂസ് ആണ്. നൾ വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായ വാല്യൂസ്. നൾ വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്റ്റി വാല്യൂസ് ഒന്നുമില്ല, എല്ലാം നോൺ നൾ വാല്യൂസ് ആണ്. ഇനി ഓരോന്നിൻ്റെയും ടൈപ്പ്, ഡേറ്റ ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്. നെയിം എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ഡേറ്റ ടൈപ്പാണ്. ഓക്കെ, ഏജ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ്. മാർക്ക് എന്ന് പറയുന്നത് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ്. സിറ്റി എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് എത്ര ഡേറ്റ ടൈപ്സ് ഉണ്ട്? 2 തരത്തിലേ ഉള്ളൂ, ഇൻറ്റിജറും ഉണ്ട് ഒബ്ജക്റ്റും ഉണ്ട്. രണ്ടും 2 എണ്ണം വീതമാണുള്ളത് അല്ലേ. ഇൻഫോ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 എണ്ണം വീതമാണുള്ളത്. ഇത് ടോട്ടലി ഡേറ്റ ഫ്രെയിമിന് ആവശ്യമായ മെമ്മറി 388.0 ബൈറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഇൻഫോ എന്ന് പറയുന്ന ഒരു കോളം വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറി എടുക്കാനായിട്ട് df.describe എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറി, അതായത് ന്യൂമറിക്കൽ കോളംസിന്, നമ്പേഴ്സ് ഉള്ള കോളംസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂസ് ആയിട്ടുള്ള കൗണ്ട്, മീന്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മിനിമം, 25th percentile, 50th percentile, 75th percentile, മാക്സിമം ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇത്രയാണ് ബേസിക്കായിട്ട് നമുക്കൊരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അത് ഇൻഫോ നോക്കുക, അതിനുശേഷം നമ്മൾ എന്താ നോക്കേണ്ടത്? അതിൻ്റെ ഡേറ്റ ടൈപ്സ് ഒക്കെ നോക്കുക, നമുക്ക് അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കുക, ഹെഡ് എടുത്ത് നോക്കുക. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഒരു ഡേറ്റ ഫ്രെയിം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി കുറച്ചുകൂടെ നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഈ ഡേറ്റ ഫ്രെയിമിനെ സോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി df.head എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ ഫ്രെയിം കാണാനായിട്ട് പറ്റും. എപ്പോഴൊക്കെ നമുക്ക് ഡേറ്റ ഫ്രെയിം കാണാൻ തോന്നുന്നു അപ്പോഴൊക്കെ df.head കൊടുക്കുക. ഇതിനുശേഷം നമുക്ക് ഇതിനൊന്ന് സോർട്ട് ചെയ്യണം. മാർക്ക് വെച്ചിട്ട്, മാർക്ക് കൂടിയ ആളിൽ നിന്നും കുറഞ്ഞ ആളിലേക്ക് നമുക്ക് സോർട്ട് ചെയ്യണമെന്ന് വെക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം df.sort എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അടിച്ച് സോർട്ട് വാല്യൂസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, സോർട്ട് വാല്യൂസ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഈ സോർട്ട് വാല്യൂസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് നമ്മൾ ചെയ്യുന്നത് ബൈ ഈക്വൽ ടു മാർക്സ്. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്യണം. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? സോർട്ട് വാല്യൂസ് സോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് സോർട്ടിങ്? ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലോട്ടാണ് സോർട്ടിങ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതല്ല വേണ്ടത്, നമുക്ക് എന്താ ചെയ്യേണ്ടത്? തിരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഷിഫ്റ്റ് ടാബ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ ഓപ്പൺ ആയി വരും. ഈ ഡോക്യുമെൻറ്റേഷനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അസെൻഡിങ് എന്ന് പറയുന്നത് ട്രൂ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബൈ ഡിഫോൾട്ടായിട്ട്. അപ്പോൾ ആ അസെൻഡിങ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഫോൾസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? കൂടിയ മാർക്കിൽ നിന്നും കുറഞ്ഞ മാർക്ക് നമുക്ക് കിട്ടും. കണ്ടോ? അപ്പോൾ ഹയസ്റ്റ് മാർക്കിൽ നിന്നും ലോവസ്റ്റ് മാർക്കിലേക്ക് ഇത് ഫുള്ള് സോർട്ട് ചെയ്ത് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ സോർട്ടിങ് ചെയ്യുന്നത്. ഇനി നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്കിനി വേറെ രീതിക്ക് ആവശ്യമുള്ള നമ്മളൊരു പെർട്ടിക്കുലർ വാല്യൂ ഉള്ള ആളെ മാത്രം കാണിച്ചാൽ മതിയെങ്കിൽ നമുക്ക് ആ ഒരു കോളം, ഇപ്പോൾ df എടുക്കുക, df.mark അല്ലേ, മാർക്ക് എന്ന് പറയുന്ന ഒരു കോളം എടുക്കുക. അത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് കോളം കാണാൻ പറ്റുമോ നോക്കാം. മാർക്സ് എന്നാണ് കോളത്തിൻ്റെ പേര് അല്ലേ. അപ്പോൾ മാർക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇവിടെ ഒരു എറർ വരും. അപ്പോൾ മാർക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു എറർ വരും. മാർക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, df.mark നമുക്ക് അവൈലബിൾ ആണ്. ഈ df.markൽ നമുക്ക് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 85 മാർക്കിൽ കൂടുതലുള്ള ആൾക്കാരെ മാത്രം നമുക്ക് മതിയെന്ന് വയ്ക്കുക. 85 മാർക്കിൽ കൂടുതലുള്ള ആൾക്കാരെ മാത്രം മതിയും. കണ്ടോ, ഫോൾസ് വരുന്നതെല്ലാം 85 മാർക്കിൽ കൂടുതലുള്ളതല്ല, ബാക്കിയെല്ലാം കൂടുതലുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കിതിനെ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ ഇതിനെ ഫുൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തതിന് ശേഷം ഒരു df കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ മാത്രം സെലക്റ്റീവായിട്ട് കിട്ടും. 85 മാർക്കിൽ കൂടുതലുള്ളവരെ മാത്രം സെലക്റ്റീവായിട്ട് നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് എടുത്ത് ഒരു ഡേറ്റ ഫ്രെയിം പോലെ കാണാനായിട്ട് പറ്റും. ഇനി നമുക്കിതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറീസ് എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂസ് എങ്ങനെ എടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് DF-നകത്ത് ഏജ് എന്ന് പറയുന്നൊരു കോളം ഉണ്ട്, AGE എന്ന് പറയുന്നൊരു കോളം ഉണ്ട്. ഈ ഏജ് എന്ന് പറയുന്ന കോളത്തിനകത്ത് ആവറേജ് എങ്ങനെ എടുക്കാം? ഡോട്ട് മീൻ കൊടുത്താൽ മതിയാവും, നമുക്കിതിൻ്റെ ആവറേജ് കിട്ടും. ഓക്കെ, 21 ആണ്. ഇതിന് നമ്മൾ പ്രിൻ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ
ഇതിനകത്ത് നമുക്ക് സ്ട്രിങ് കോൺകാറ്റനേഷൻ അല്ലെങ്കിൽ സ്ട്രിങ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ആവറേജ് ഏജ് ഓഫ് സ്റ്റുഡൻസ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കോമ കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആവറേജ് ഓഫ് ഏജ് ഓഫ് സ്റ്റുഡൻറ്റ് ഈസ് 21 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ഒരു കോളത്തിൻ്റെ മീൻ, മീഡിയൻ, മോഡൊക്കെ എടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ DF ഓഫ് ഏജിൻ്റെ മീൻ എടുക്കണമെങ്കിൽ, മീൻ നമ്മൾ എടുത്തു, അതുപോലെ മീഡിയൻ എടുക്കണമെങ്കിൽ, മിൻ എടുക്കണമെങ്കിൽ മിനിമം വാല്യൂ. ഓക്കെ, ഏറ്റവും കുറഞ്ഞ ഏജ് 19 ആണ് ഇവിടുത്തെ തന്നെ ഏറ്റവും കൂടിയ ആളുടെ ഏജ് DF ഓഫ് ഏജിലെ ഏറ്റവും കൂടിയ ആളെന്ന് പറയുമ്പോൾ ഡോട്ട് മാക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 23 ഏറ്റവും കൂടിയ ആളുടെ ഏജ്. ഓക്കെ, അപ്പോൾ 19 മുതൽ 23 വരെ ഏജ് ലിമിറ്റുള്ള ആൾക്കാരാണ് അവിടെ പഠിക്കുന്നത്. അതിൽ തന്നെ 21 ഏറ്റവും കൂടുതൽ ആവറേജ് ഏജ് വരുന്നത് 21. ഓക്കെ, ഇനി നമുക്ക് മോഡ് എടുക്കണമെങ്കിൽ ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് കൊടുത്താൽ മതിയാവും, മോഡ് കൊടുത്താൽ മതിയാവും. ഓക്കെ, മോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ സെൻറ്റർ വാല്യൂ ആയിരിക്കും നമുക്ക് മോഡായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന വേറൊരു കാര്യം മീഡിയനാണ്. ഓക്കെ, മീഡിയൻ 21 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ മീനും മീഡിയനും ഒക്കെ സെയിം വരുന്നത് സെൻട്രലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഡേറ്റ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതുവരെ നമുക്കൊരു ഡേറ്റ എങ്ങനെയൊക്കെ നമുക്ക് ഡേറ്റ ക്രിയേറ്റ് ചെയ്യാം, ആ ഡേറ്റ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം, അതിനകത്തുള്ള മീൻ എങ്ങനെ എടുക്കാം, മീഡിയൻ എങ്ങനെ എടുക്കാം, ഇതൊക്കെയാണ് നമ്മൾ നോക്കിയത് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡേറ്റയ്ക്കകത്ത് നൾ വാല്യൂസ്, അതായത് മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡേറ്റ നമ്മൾ നേരത്തെ അതേ ഡേറ്റ എടുക്കുകയാണ്, എന്നിട്ട് ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് നൾ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ നൾ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ np.nan എന്ന് കൊടുക്കുക. ഓക്കെ, np.nan np.nan np.nan. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. df equal to pd.data frame അതിനകത്ത് ഡേറ്റ പാസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് df.head എന്ന് പറയാം. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ നൾ വാല്യൂസ് ഉണ്ട്. ഈ നൾ വാല്യൂസ് ഉണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ df.isNA എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. എവിടേക്കാണ് നൾ വാല്യൂസ് ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ട്രൂ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടെ കാണണമെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഡോട്ട് സമ്മ് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ കണ്ടോ, നെയിമിലൊരു നൾ വാല്യൂ ഉണ്ട്, ഏജിലൊരു നൾ വാല്യൂ ഉണ്ട്, മാർക്സിലൊരു നൾ വാല്യൂ ഉണ്ട്, ഇങ്ങനെ എല്ലാത്തിലും ഒരു നൾ വാല്യൂ ഇതുണ്ട്. ഇനി നമുക്ക് ഓരോ നൾ വാല്യൂ ആയിട്ടൊന്ന് മാനേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ df ഓഫ് നെയിം, നമുക്ക് നെയിം അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അൺനോൺ എന്ന് കൊടുക്കാനേ പറ്റത്തുള്ളൂ അല്ലേ. df ഓഫ് നെയിം നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം. അങ്ങനത്തെ സാധനമുണ്ട്, അതിനകത്ത് കണ്ടോ NaN കിടപ്പുണ്ട്. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യാം, fill NA കൊടുക്കാം. ഡോട്ട് fill NA എന്ത് വെച്ച് ഫില്ല് ചെയ്യണം, അൺനോൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അവിടെ എവിടെയാണോ ഞാൻ വാല്യൂ കിടന്നത് അവിടെ അൺനോൺ വെച്ചിട്ട് ഫില്ല് ചെയ്യും. ഇതൊന്ന് ഫിക്സ് ചെയ്യാൻ, ഈ ചേഞ്ച് കമ്പൽസറി അല്ലെങ്കിൽ ഈ ചേഞ്ച് നമുക്ക് പെർമനൻ്റ് ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, df ഓഫ് നെയിം എന്ന് കൊടുത്തതിന് ശേഷം ഈക്വൽ ടു റൺ ചെയ്യുക. ഇനി നമ്മൾ df കോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അവിടെ അൺനോൺ എന്ന് പറയുന്നത് ഫിക്സ് ആയി. ഓക്കെ, ഇനി അടുത്ത കോളം നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത കോളം എന്താണ്, ഏജിൻ്റെ കോളം അല്ലേ. അപ്പോൾ df ഓഫ് ഏജ് നമ്മൾ എടുത്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നാൻ വാല്യൂ ഉണ്ട്. ഏജ് നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ എന്ത് വെച്ചിട്ട് ഫില്ല് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ആവറേജ് മീൻ വെച്ചിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. മീൻ വെച്ചിട്ട് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്, ഡോട്ട് ഫിൽ NA. ഫിൽ NAക്കകത്ത് സെയിം ഈ കോളത്തിൻ്റെ ഡോട്ട് മീൻ നമ്മൾ നേരത്തെ എടുത്തതാണ്, ഇതിൻ്റെ മീൻ എടുത്തതാണ്. അപ്പോൾ ആ മീൻ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് df ഒന്ന് കോൾ ചെയ്ത് നോക്കാം. കണ്ടോ, എൻ്റെ മീൻ വെച്ചിട്ട് നാൻ വാല്യൂ ഫില്ലായി. അടുത്ത തന്നെ സെയിം സ്റ്റെപ്പ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സെയിം സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത എന്താണ്, df ഓഫ് മാർക്സ്, df ഓഫ്
മാർക്സ് എന്ന് കൊടുത്തതിന് ശേഷം ഈക്വൽ ടു df ഓഫ് മാർക്സ് ഡോട്ട് ഫിൽ NA. അതിനകത്ത് തന്നെയാണ് df ഓഫ് മാർക്സിന്റെ മീനാണ് നമ്മുടെ ഡോട്ട് ഓക്കെ. ഇവിടെ മാർക്സിന്റെ സ്പെല്ലിംഗ് തെറ്റായതുകൊണ്ടാണ് ഇവിടെ എറർ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് df കോൾ ചെയ്യാം. ഇപ്പൊ കണ്ടോ, നമുക്ക് അതിലെ നാൻ വാല്യൂ പോയി അല്ലേ. ഇനി അടുത്ത സിറ്റി, അത് നമുക്ക് അൺനോൺ എന്ന് പറഞ്ഞിട്ട് ഫിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതുപോലെ തന്നെ df ഓഫ് സിറ്റി നമ്മളൊന്ന് കോൾ ചെയ്ത് നോക്കാം. സിറ്റിയുടെ സി ക്യാപിറ്റൽ ആണ്. ഓക്കെ, അപ്പൊ നാൻ വാല്യൂ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു df ഓഫ് സിറ്റി ഡോട്ട് ഫിൽ NA. ഓക്കെ, അതിനകത്ത് നമുക്ക് സിറ്റി അവിടെ അൺനോൺ തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് df ഒന്ന് കൊടുക്കാം. കണ്ടോ, നൾ വാല്യൂസ് എല്ലാം മാനേജ് ആയി. ഇനി നമ്മൾ df നൾ വാല്യൂ ഉണ്ടോ എന്ന് നോക്കണം. df ഡോട്ട് ഈസ് NA അല്ലേ, നേരത്തെ നമ്മൾ ചെയ്തേ ഡോട്ട് സം. കണ്ടോ, നൾ വാല്യൂസ് ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെയാണ് നമ്മൾ നൾ വാല്യൂസിനെ മാനേജ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ df നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സിറ്റി എന്ന് പറയുന്ന റിപ്പീറ്റേഷൻ വരുന്ന സാധനമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു സിറ്റിക്കകത്തുള്ള ആൾക്കാരുടെ ആവറേജ് ഏജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് df ഡോട്ട് ഗ്രൂപ്പ് ബൈ. ഓക്കെ, ഗ്രൂപ്പ് ബൈ എന്ന് കൊടുത്തതിന് ശേഷം എന്തിനെ വെച്ചിട്ടാണ് നമുക്ക് ഗ്രൂപ്പ് ബൈ ചെയ്യേണ്ടത്, സിറ്റി വെച്ചിട്ട്. അപ്പോൾ സിറ്റി, ഓക്കെ, സിറ്റി വെച്ച് ഗ്രൂപ്പ് ചെയ്തിട്ട് എന്താ കാണേണ്ടത്, നമുക്ക് അവരുടെ ഏജ് ആണ് കാണേണ്ടത്. ഓക്കെ, ഏജ് ആണ് കാണേണ്ടത്. ഏജിന്റെ എന്താ കാണേണ്ടത്, മീനാണ് കാണേണ്ടത്. അപ്പോൾ മീൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ചെന്നൈ എന്ന് പറയുന്ന സിറ്റിയിലെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 20 ആണ്. ഡൽഹിയിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ ആവറേജ് ഏജ് 22 ആണ്. കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാരുടെ ആവറേജ് ഏജ് 21 ആണ്. മുംബൈയിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ 21 ആണ്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇപ്പം അൺനോൺ നമുക്ക് ഒരാളേ ഉള്ളൂ, അത് 19 ആണ്. ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ഗ്രൂപ്പ് ബൈ എന്ന് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കോളത്തിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഒരു ഗ്രൂപ്പ് ആക്കിയതിന് ശേഷം നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് എങ്ങനെ നമുക്ക് ഈ ഡേറ്റ വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, df നമ്മൾ എടുത്തതിന് ശേഷം ഇതാണ് നമ്മുടെ ഡേറ്റ ഫ്രെയിം. ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാമെന്നുള്ളത് നമുക്കിനി നോക്കാം. നമുക്ക് ഗ്രാഫ് വരയ്ക്കാനായിട്ട് matplotlib എന്ന് പറയുന്ന ലൈബ്രറിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലേ. ഇവിടെ ഈ matplotlib എന്ന് പറയുന്നതാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്. അത് കഴിഞ്ഞ് seaborn എന്ന് പറയുന്ന ഒരു ലൈബ്രറി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് matplotlib നമുക്ക് നോക്കാം. അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു ബാർ ചാർട്ട് വരയ്ക്കാം. plt എന്നാണ് നമ്മൾ matplotlib എടുത്ത് വെച്ചിരിക്കുന്നത് അല്ലേ. plt.bar എന്ന് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റിൽ df ഓഫ് എന്താണോ നമ്മൾ വരയ്ക്കേണ്ട കോളം നെയിം വെച്ചിട്ട്. ഓക്കെ, ഓരോരുത്തരുടെ നെയിം വേണം. അതുപോലെ തന്നെ df ഓഫ് സ്കോർ വേണം. ഓക്കെ, സ്കോർ വേണം. ഇത്രയും വെച്ചിട്ട് നമുക്കൊരു ബാർ ചാർട്ട് വരയ്ക്കാനായിട്ട് നോക്കാം. അപ്പോൾ എന്താ എറർ വന്നത് നമുക്ക് നോക്കാം. സ്കോറിന്റെ ഇതില്ല, സ്കോറൊന്നല്ല നമുക്ക് കിടക്കുന്നത്, നമുക്ക് എന്താ കിടക്കുന്ന മാർക്ക് എന്ന് കിടക്കുന്നത് അല്ലേ. ജസ്റ്റ് മാർക്സ്. ഓക്കെ, മാർക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമുക്കൊരു ബാർ ചാർട്ട് കിട്ടി. എല്ലാവരുടെയും ഒരു ബാർ ചാർട്ട് കിട്ടി. ഈ ബാർ ചാർട്ട് വെച്ചിട്ട് നമുക്ക് എന്താണ്, ഈ ബാർ ചാർട്ട് വെച്ചിട്ട് നമുക്ക് ആൾക്കാരുടെ മാർക്കിന്റെ റേഞ്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇതിനകത്തുള്ള കളർ കോമ COLOR ഈക്വൽ ടു ടീൽ എന്ന് കൊടുക്കുക. ഓക്കെ, ടീൽ എന്ന് കൊടുക്കുക കളർ. നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോറി, ടീൽ എന്ന് ഉദ്ദേശിച്ചത് ടീൽ എന്ന് കൊടുക്കാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഈ ഫിഗർ ജനറേഷനൊക്കെ കുറച്ചുകൂടെ ടൈം എടുക്കുന്ന പ്രൊസീജിയറാണ്. നമ്മൾ ഇതുപോലെയല്ല, കുറച്ചുകൂടെ ടൈം എടുക്കും കേട്ടോ. കണ്ടോ, ടീൽ കളറിലുള്ള ഒരു ഗ്രാഫ് നമുക്ക് കിട്ടി. ഇനി ഇതിൽ തന്നെ ടൈറ്റിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. plt.title എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് കൊടുക്കാം,
ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. ടൈറ്റിൽ എങ്ങനെയാണ് കൊടുക്കുക, എന്താകും നമുക്ക് കൊടുക്കുന്നത്? ഇപ്പോൾ നമുക്ക് ഇവിടെ സ്കോർസ് ഒന്ന് കൊടുക്കാം. ജസ്റ്റ് സ്റ്റുഡൻസ് എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ കണ്ടോ ഇവിടെ സ്കോർസ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈറ്റിൽ കിട്ടി. ഇനി നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും PLT.X ലേബൽ. എക്സ് ആക്സിൽ സ്റ്റുഡൻസ് ആണ്, സ്റ്റുഡൻസ് എന്ന് കൊടുക്കാം. അതുപോലെ വൈ ആക്സിൽ PLT.Y ലേബൽ. വൈ ലേബൽ എന്താ? മാർക്സ് ആണ്. എന്നിട്ട് നമുക്ക് റൺ ചെയ്യാം. കണ്ടോ ഇവിടെ മാർക്സ് എന്നും ഇവിടെ സ്റ്റുഡൻസ് എന്നും ഇവിടെ നമുക്ക് ടൈറ്റിലും കിട്ടി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റിക്സിനെ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഓവർലാപ്പ് വരണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ PLT.X അകത്ത് റൊട്ടേഷൻ ഈക്വൽ ടു 45 എന്ന് കൊടുക്കാം. ഓക്കെ, കണ്ടോ 45 ഡിഗ്രി നമുക്ക് റൊട്ടേഷൻ കിട്ടി. ഇനി നമ്മുടെ ഇവിടെ ഒരു സാധനം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ കണ്ടോ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് PLT.Show എന്ന് പറയുന്ന ഫൈനൽ കമാൻഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, കോഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാറ്റ്പ്ലോട്ലിബ് വെച്ചിട്ട് പറ്റും. ഒരു ബാർ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ ആണോ? അപ്പം ഇങ്ങനെയാണ് നമുക്ക് ബാറില്ല, നമുക്ക് സ്കാറ്റർ ആണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഇവിടെ സ്കാറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കാറ്റർ പ്ലോട്ട് കിട്ടും. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാറ്റ്പ്ലോട്ലിബ് യൂസ് ചെയ്യുന്നത്. മാറ്റ്പ്ലോട്ലിബ് പോലെ തന്നെ വേറൊരു ലൈബ്രറിയാണ് സീബോൺ. സീബോൺ കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു ലൈബ്രറിയാണ്. അപ്പോൾ സീബോൺ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് വരയ്ക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ഹിസ്റ്റോഗ്രാം നമുക്കൊന്ന് വരയ്ക്കാം. ഓക്കെ, സീബോൺ വരയ്ക്കാൻ SNS എന്ന് കൊടുക്കുക, SNS.Hist എന്ന് കൊടുക്കുക. അപ്പോൾ ഹിസ്റ്റ് പ്ലോട്ട് അവൈലബിൾ ആണ്. ഇതിനകത്ത് നമുക്ക് DF ഓഫ് മാർക്സ് കൊടുക്കുക. ആണല്ലോ, ഇത്രയേ ഉള്ളൂ. SNS വരുമ്പോഴത്തേക്കും സീബോൺ വരുമ്പോഴത്തേക്കും ഇതിൽ കണ്ടോ വൈറ്റ് ലേബലും വൈ ലേബലും ഒക്കെ ബൈ ഡിഫോൾട്ട് ആയിട്ട് തന്നെ വരും. നമുക്ക് അഡീഷണലി കൊടുക്കേണ്ട കാര്യം ടൈറ്റിൽ, അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് മാറ്റ്പ്ലോട്ലിബ് വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, PLT.Title എന്ന് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് എന്ത് കൊടുക്കാം? മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഗ്രാഫിന് ഹെഡിങ് കിട്ടും. അതുപോലെ തന്നെ PLT.Show കൊടുത്തു കഴിഞ്ഞാൽ ഈ താഴെ കാണുന്ന ഈ ഒരു സംഭവം അത് കൂടെ പോയി കിട്ടും. ഓക്കെ, അപ്പോൾ സീബോൺ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് സീബോൺ. സീബോണിൽ ഒരുപാട് ടൈപ്പ് ഓഫ് പ്ലോട്ടുകളുണ്ട്. അപ്പോൾ ഓരോ നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, ഇനി വരുന്ന ഒരു ബോക്സ് പ്ലോട്ടാണ്. SNS.Box പ്ലോട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, ബോക്സ് പ്ലോട്ടിനകത്ത് അതുപോലെ എന്തൊക്കെ കൊടുക്കണം? DF ഓഫ് മാർക്സ്. മാർക്സ് ആണ് നമുക്ക് എക്സ് ആക്സിസിൽ വേണ്ടത്. വൈ ആക്സിസിൽ വേണ്ടത് DF ഓഫ് സിറ്റി. ഇത് വേറെ രീതിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? കാര്യങ്ങൾ കൊടുക്കാം. X ഈക്വൽ ടു എന്നുള്ള രീതിക്ക് നമുക്ക് X ഈക്വൽ ടു സിറ്റി എന്നും Y ഈക്വൽ ടു മാർക്സ് എന്ന് കൊടുക്കാം. നമുക്ക് മാർക്സ് എന്ന് കൊടുക്കാം. നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എക്സും വൈ നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ ഡേറ്റയും കൊടുക്കണം. ഡേറ്റ ഈക്വൽ ടു DF എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ, സോറി ഇതൊന്ന് കട്ട് ചെയ്യണേ, ഒന്നേ വിഷയം കോഡ്. ഓക്കെ, SNS ഡോട്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഒരു ബോക്സ് പ്ലോട്ട് എങ്ങനെ വരയ്ക്കാം. SNS.Box plot ഷിഫ്റ്റ് ടാബ് അടിക്കാം. ബോക്സ് പ്ലോട്ടിനൊക്കെ എന്തൊക്കെ കൊടുക്കണം? ഡേറ്റ കൊടുക്കണം, എക്സ് കൊടുക്കണം, വൈ കൊടുക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡേറ്റ എന്താ ഇവിടെ? ഡേറ്റ ഈക്വൽ ടു DF ആണ്. ഓക്കെ, എക്സ് ഈക്വൽ ടു സ്കോർ ആണ്. എക്സ് ഈക്വൽ ടു സിറ്റി കൊടുക്കണം, സിറ്റി ആണ്. വൈ ഈക്വൽ ടു മാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ കണ്ടോ നമുക്ക് നല്ലൊരു ബോക്സ് പ്ലോട്ട് കിട്ടി.
ഒരു സിംഗിൾ ലൈനിൽ തന്നെ നമുക്ക് ലേബിൾഡ് ആയിട്ടുള്ള എക്സും വൈയും എല്ലാം ലേബിൾഡ് ആയിട്ടുള്ള ഒരു ബോക്സ് പ്ലോട്ട് നമുക്ക് കിട്ടി. അപ്പോൾ SNSന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ സീബോണിൻ്റെ അഡ്വാൻറ്റേജ് ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് പ്ലോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനും അതിന് ജസ്റ്റ് നമുക്ക് ടൈറ്റിൽ കൊടുക്കേണ്ടി വരും. ബോക്സ് പ്ലോട്ടിന് PLT ഡോട്ട് ടൈറ്റിലിനകത്ത് ബോക്സ് പ്ലോട്ട് ഓഫ് സിറ്റി ആൻഡ് മാർക്സ് എന്ന് കൊടുക്കും. അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റിൽ കിട്ടി. ഇനി ഈ ഒരു ലൈൻ പോകാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, PLT ഡോട്ട് ഷോ എന്ന് പറയുന്നത് കാണാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കോഡ് കംപ്ലീറ്റ് ആയി നമുക്ക് കൃത്യമായിട്ട് ആ ഫിഗർ കാണാനും പറ്റും. ഓക്കെ, ഇനി അടുത്ത ബോക്സ് പ്ലോട്ട് പോലെ തന്നെ വേറൊരു പരിപാടിയാണ് നമ്മുടെ ബാർ പ്ലോട്ട് എന്ന് പറയുന്നത്. അതാണ് ബാർ പ്ലോട്ട്. അതിങ്ങനെ നമുക്കുള്ള SNS ഡോട്ട് ബാർ പ്ലോട്ട് എന്ന് കൊടുക്കുക. അതിനുശേഷം അതിനകത്ത് ഇത് തന്നെ നമ്മൾ മേളിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെ എക്സും വൈയും ഡേറ്റയൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഒന്ന് കൊടുത്തു നോക്കാം. എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ബാർ പ്ലോട്ട് ഇങ്ങനെയാണ് നമ്മളൊരു ബാർ പ്ലോട്ട് വരയ്ക്കുന്നത് സിംപ്ലി. മേളിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടൈറ്റിലും PLT ഡോട്ട് ഷോയും കൊടുക്കാം. അപ്പം PLT ഡോട്ട് ടൈറ്റിൽ കൊടുക്കുക. അവിടെ നമ്മൾ എന്ത് കൊടുക്കും, ബാർ പ്ലോട്ട് ഓഫ് സിറ്റി ആൻഡ് മാർക്ക് എന്ന് കൊടുക്കാം. അപ്പോൾ കണ്ടോ, അതിൻ്റെ ഹെഡിങ് ആയി. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് കൊടുക്കാൻ പറ്റുന്നത് PLT ഡോട്ട് ഷോ. നമ്മൾ നല്ലൊരു ബാർ പ്ലോട്ടായി. ഇനി നമുക്ക് വയലിൻ പ്ലോട്ട് ഉണ്ട്. വയലിൻ പ്ലോട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കുന്നത്, SNS ഡോട്ട് വയലിൻ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഷിഫ്റ്റ് ടാബ് കൊടുത്ത് നോക്കാം. അവിടെ എന്തൊക്കെ ഡേറ്റയും എക്സും വൈയും തന്നെയാണ് അവിടെയും കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത അതേ സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കുകയാണ്. റൺ ചെയ്ത് നോക്കാം. നമ്മുടെ വയലിൻ പ്ലോട്ടും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കൊടുക്കണം, PLT ഡോട്ട് ടൈറ്റിലിനകത്ത് വയലിൻ പ്ലോട്ട് ഓഫ് മാർക്ക് ആൻഡ് സിറ്റി ആൻഡ് മാർക്ക്. അതുപോലെ തന്നെ PLT ഡോട്ട് ഷോ ഇവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടി, വയലിൻ പ്ലോട്ട് ലേബിൾ ചെയ്തിട്ടുള്ള വയലിൻ പ്ലോട്ട് നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു പെയർ പ്ലോട്ട് വരയ്ക്കാം. ഓക്കെ, പെയർ പ്ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് SNS ഡോട്ട് പെയർ എന്ന് കൊടുക്കാം. പെയർ പ്ലോട്ട് കിട്ടി. ഇനി ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നു, DF ഓഫ് മാർക്സും സിറ്റി. ഓക്കെ, ഇതാണ് നമുക്കൊരു പെയർ പ്ലോട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയിലോട്ട് വരുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു പെയർ പ്ലോട്ട് വരയ്ക്കുന്നത്. ഇനി നമുക്കൊരു ഹീറ്റ് മാപ്പ് വരയ്ക്കണമെങ്കിൽ SNS ഡോട്ട് ഹീറ്റ് മാപ്പ്. ഇതിനകത്ത് നമുക്ക് DFന്റെ കോറിലേഷൻ കോഎഫിഷ്യൻസ് ആണ് വരയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, DF ഓഫ് മാർക്കും ഇത് മാത്രമേ ഉള്ളൂ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഉള്ളത്. നമ്പേഴ്സിന് മാത്രമേ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാർക്സ് കൊടുക്കുക, മാർക്സ് കൊടുക്കുക, സിറ്റി കൊടുക്കുക, ഡോട്ട് CORR കൊടുക്കുക. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഹീറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്ത് നോക്കാം. സിറ്റി എന്താണ്, നമ്പർ അല്ല. അപ്പം നമുക്കിവിടെ ഏജ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്കൊരു കോറിലേഷൻ മെട്രിക്സ് കിട്ടി. ഇനി ഇതിനകത്ത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണണം എന്നുണ്ടെങ്കിൽ not equal to ട്രൂ കൊടുത്താൽ മതി. ഇതിനകത്തുള്ള കോറിലേഷൻ കോഎഫിഷ്യൻ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്തുള്ള ഡേറ്റ എങ്ങനെ പ്ലോട്ടാക്കി മാറ്റുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ കാണേണ്ട സ്നാപ്പ്ലോട്ട് ലേബിൾ സീബോൺ വെച്ചിട്ടുള്ള ഡേറ്റ അനാലിസിസ് ചെയ്യുന്നത്. താങ്ക് യു.
അപ്പോൾ ഇതുവരെ നമ്മൾ പാണ്ടാസിലെ സീരീസൊക്കെ പഠിച്ചു അല്ലേ. ഇനി സീരീസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ആദ്യം ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് പ്രിൻറ്റ് ചെയ്യുക, അതിൻ്റെ ഡേറ്റ ടൈപ്പ് കാണിക്കുക, അതിൻ്റെ ഇൻഡെക്സ് ഇത്രയും കാണിക്കുക. അതുപോലെ തന്നെ അടുത്തത് ഈ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യുക. ഇതിൽ തന്നിട്ടുണ്ട്, ഇത് ലിസ്റ്റായിട്ട് തന്നിട്ടുള്ളതിനെ സീരീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇൻഡെക്സ് ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കുക. പിന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, പ്ലസ്, ഡിവൈഡഡ് ബൈ, എ റൈസ് ടു ബി എന്നുള്ള കാര്യങ്ങൾ എന്ത് വെച്ചിട്ട്, ഈ എയും ബിയും എന്ന് പറയുന്ന ഈ രണ്ട് സീരീസ് വെച്ചിട്ട് ചെയ്യുക. പിന്നെ സീരീസ് ഫിൽട്ടർ ചെയ്യുക, എന്ത് വെച്ചിട്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 എന്ന് പറയുന്ന വാല്യൂ, ആ കണ്ടീഷൻ വരുന്ന വാല്യൂവിനെ മാത്രം പ്രിൻറ്റ് ചെയ്യിക്കുക. പിന്നെ സീരീസിൻ്റെ സമ്മറി ഫങ്ഷൻസ് യൂസ് ചെയ്ത് സമ്മ് എടുക്കുക, ആവറേജ് എടുക്കുക, മിനിമം മാക്സിമം എടുക്കുക, വേരിയൻസ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലായത് അതൊക്കെ ഒരു നോട്ടാക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഫ്യൂച്ചറിലേക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു CSV ലോഡ് ചെയ്യുക. അത് നമുക്കറിയാം എങ്ങനെയാണ് ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഫസ്റ്റ് 5 റോസ് കാണിക്കുക, അത് നമുക്കറിയാം. സമ്മറി, സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറി എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് അറിയാം. മിസ്സിംഗ് വാല്യൂസ് ചെക്ക് ചെയ്യുക, ഇതൊക്കെയാണ്. അപ്പോൾ ഓൾറെഡി പാണ്ടാസൊക്കെ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ തന്നെ വെച്ചിട്ടൊന്ന് റൺ ചെയ്താൽ മതിയാവും. ഓക്കെ, ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇതിൻ്റെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി വരുന്നത് മിസ്സിംഗ് വാല്യൂ എങ്ങനെ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. 2 കോളംസ് എങ്കിലും റീനെയിം ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ റീനെയിം ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇത് കഴിഞ്ഞ് വരുന്നത് ലൈൻ പ്ലോട്ടാണ്. ലൈൻ പ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ് അറിയാം, ലൈൻ വെച്ചിട്ടുള്ള ഒരു പ്ലോട്ടാണ്. ഇത് മാറ്റ്പ്ലോട്ട്ലിബ് വെച്ച് ചെയ്യേണ്ട എക്സസൈസാണ്. ബാർ പ്ലോട്ട്, ചാർട്ട്, ഹിസ്റ്റോഗ്രാം. അത് കഴിഞ്ഞ് പിന്നെ ചെയ്യേണ്ടത് സീബോൺ വെച്ചിട്ട് കൗണ്ട് പ്ലോട്ട്, ബോക്സ് പ്ലോട്ട്, പെയർ പ്ലോട്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായെന്നുള്ളത് ഒരു ഇൻസൈറ്റ് പോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം പഠിക്കാനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഡേറ്റ അനലിറ്റിക്സിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടെന്ന് മാത്രമല്ല മനസ്സിലാക്കിയെന്നും വിശ്വസിക്കുന്നു. അതിൽ ഒരു കുഞ്ഞ് അസൈൻമെൻറ്റും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ChatGPT നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. അല്ലാതെ സ്വന്തമായിട്ട് ലോജിക്ക്, ഏകദേശം കുറച്ച് ലോജിക്കൊക്കെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതിനെക്കുറിച്ച് നമ്മൾ 24/7 സപ്പോർട്ട് തരുന്നതാണ്. ഇതിന് താഴെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചോദിക്കാവുന്നതാണ്.